ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ സമയത്താണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സ്വഹാബികൾ കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് കടന്നു ചെന്നു. മരണത്തിന്റെ ആസന്ന അവസ്ഥയിൽ കിടക്കുന്ന ഇബ്നു മസ്ഊദ് തങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ഉസ്മാൻ തങ്ങൾ പറയുന്നു, മസ്ഊദേ, ഞാൻ കുറച്ചു പൈസ തന്ന് സഹായിക്കട്ടെ. കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ലല്ലോ, ഞാൻ കുറച്ചു പണം തന്ന് സഹായിക്കട്ടെ. ഇബ്നു മസ്ഊദ് തങ്ങൾ കരയുകയാ, എന്തേ ഉസ്മാനേ, എന്തേ ഉസ്മാനേ, മുത്തുനബി പറഞ്ഞത് മറന്നുപോയോ ഉസ്മാൻ? എന്റെ പെമ്മക്കളെ കുറിച്ച് എനിക്കൊരു പേടിയില്ല, അവരെ എങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് എനിക്ക് ഭയമില്ല. എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് ഭയമില്ല. കാരണം എന്തെന്നറിയോ? മുത്തുനബി പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായമുണ്ടല്ലോ, ഏതെങ്കിലും വീടിന്റെ അകത്ത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഓതിയാ ആ വീട്ടുകാർക്ക് അല്ലാഹു ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു തന്നത് നീ മറന്നുപോയോ? ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാൽ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യമില്ല, മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യമില്ല. ഉസ്മാനേ, എന്റെ പെമ്മക്കൾക്ക് ഞാനത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അവര് മറക്കാതെ എല്ലാ ദിവസവും ഓതുന്നുണ്ട്. അതുകൊണ്ട് എന്റെ മക്കൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കുക, എന്റെ മക്കളുടെ വിവാഹം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, എനിക്ക് യാതൊരു ഭയമില്ല ഉസ്മാൻ. ഏത് സൂറത്തെന്നറിയോ ഉമ്മ? പൊന്നാര മകളെ എങ്ങനെയാണ് കെട്ടിച്ചു കൊടുക്കുന്നതെന്നറിയാതെ വീടിന്റെ അകത്തിരുന്ന മക്കളുടെ ഭാവിയെ കുറിച്ച് ഓർക്കുന്ന ഉമ്മമാരെ, പൈസ ചെലവില്ലാത്ത ഒരു വഴി ഞാൻ പറഞ്ഞു തരാ. മുത്തുനബിയല്ലേ പറഞ്ഞത്, ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറയാത്ത റസൂലുള്ളയല്ലേ പറഞ്ഞത്. നിന്റെ പെമ്മക്കൾക്ക് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ പെമ്മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഖുർആനിലെ ഈ സൂറത്ത് ഓതിപ്പിച്ച അല്ലാഹു നിനക്ക് ഒരിക്കലും ദാരിദ്ര്യം തരൂല. ഏത് സൂറത്തെന്നറിയുമോ? സൂറത്തുൽ വാഖിഅയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെയും ഇശാഇന്റെ ഇടയിൽ നിത്യമായിട്ട് ഓതുന്നുണ്ടോ? നീ കുടുംബത്തെ കുറിച്ച് ഭയപ്പെടണ്ട, മക്കളെ കെട്ടിക്കുന്നത് ഓർത്ത് ഭയപ്പെടണ്ട, വീടില്ലാത്തത് ഓർത്തിട്ട് ഭയപ്പെടണ്ട, പട്ടിണിയാകുമെന്ന് നീ ഭയപ്പെടണ്ട. നിന്റെ സർവ്വ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുമ്പോൾ, നിങ്ങളെ ആ സമയമല്ലേ ടിവിയുടെ മുന്നിലിരുന്ന് പാഴാക്കുന്നത്, സീരിയൽ കണ്ട് പാഴാക്കുന്നത്, ഫോണിലൂടെ ഇരുന്ന് സംസാരിച്ച് പാഴാക്കുന്നത്. ആ സമയമല്ലേ അല്ലാഹുവിന്റെ ഖുർആൻ ഓതേണ്ടത്, ആ സമയത്തല്ലേ വാക്യ ഓതേണ്ടത്. അല്ലാഹു വാക്യ ഓതിയാ ദാരിദ്ര്യം മാറ്റിത്തരുമല്ലോ. ആ സമയത്തല്ലേ സൂറത്തുൽ മുൽക്ക് ഓതേണ്ടത്. ആരെങ്കിലും തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഓതിയാ ഈ പള്ളിക്കാട്ടിൽ നിന്നെ ഒരു ദിവസം കൊണ്ട് കുഴിച്ചിടുമല്ലോ. ഒരു സീരിയലിന്റെ നടിമാരും വരൂല, ഒരു കൂട്ടുകാരികളും വരൂല, ഒരു ഭർത്താവും വരൂല, ഒരു മാതാപിതാക്കളും വരൂല, സ്വന്തം മക്കളും വരൂല. എല്ലാവരും കൂടെ നിന്നെ ഇവിടത്തെ പള്ളിക്കാട്ടിൽ വെളിച്ചമില്ലാത്ത കാടിന്റെ കുത്തൊരു കുഴിക്കകത്ത് കൊണ്ടുവന്ന് കുടിച്ചിട്ടിട്ട് എല്ലാവരും പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് മടങ്ങി പോകുന്ന ദിവസമുണ്ടല്ലോ. ആ ഖബറിന്റെ അകത്ത് രക്ഷപ്പെടാം പെണ്ണേ, 2.4 പേജേ ഉള്ളൂ, 2.4 പേജേ ഉള്ളൂ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ അവന്റെ വീട് മാത്രമല്ല പ്രകാശിക്കുന്നത്, അവന്റെ വീട് മാത്രമല്ല പ്രകാശിക്കുന്നത്, അവന്റെ
അവന്റെ വീട് മാത്രമല്ല പ്രകാശിക്കുന്നത്, അവന്റെ ഖബറും പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, അപ്പോഴല്ലേ സൂറത്തുൽ സജദ ഓതേണ്ടത്. സൂറത്തുൽ സജദ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്താ? ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമല്ലേ? എന്തിനാ മോളെ പാഴാക്കിയത്? എന്തിനാ മോനെ പാഴാക്കുന്നത്? ഈ സൂറത്ത് ഓതുന്നവർക്ക് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാ. സൂറത്ത് യാസീൻ ഓതിയിട്ട് മരിച്ചുപോയ നിന്റെ വാപ്പയ്ക്ക് വേണ്ടി, നിന്റെ ഉമ്മയ്ക്ക് വേണ്ടി, പടച്ചവനെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ കിട്ടുന്ന സമയമാണല്ലോ. റസൂലുള്ളാഹിയല്ലേ പറഞ്ഞത്, ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും പ്രതിസന്ധികളുമായി നടക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സൂറത്തു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താ. എന്തിനാ മരണ വീട്ടിൽ യാസീൻ ഓതുന്നത്? ഏത് കാര്യത്തിനും യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യുന്നതിന്റെ കാരണം വെറുതെയല്ല, ഉസ്താദന്മാർക്ക് പൈസ കിട്ടാനുള്ള എളുപ്പവഴിയല്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ യാസീൻ ഓതിയിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും നിനക്കൊന്ന് പറയാൻ കഴിയുമോ? നിന്റെ അപരാധികൾ അല്ലാഹുവിന്റെ മുന്നിലൊന്ന് പറയാൻ കഴിയുമോ? അതുകൊണ്ട് സഹോദരാ, മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുമോ? എല്ലാവരും വീടിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നവരാ. മുത്തുനബി പറയുന്ന സ്വഹാബാ, ആരെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആരെങ്കിലും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാൽ 6666 ആയത്തുകളിൽ ഒരേ ഒരു ആയത്തുണ്ടല്ലോ, അതറിയാത്തവരില്ല, അതറിയാത്തവരില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യന് ഖുർആനിൽ ഈ ഒരു ആയത്ത് ഓതിയാൽ അവന്റെ വീടിനും മലക്കുകൾ കാവൽ നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ചവനെ വെളുപ്പാങ്കാലം വരെ നീ പേടിക്കണ്ട, കള്ളം കൊണ്ടുപോകുമെന്ന് ഭയപ്പെടണ്ട, അക്രമികൾ വരുമെന്ന് ഭയപ്പെടണ്ട, ശൈത്താൻ വരുമെന്ന് ഭയപ്പെടണ്ട. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരേ ഒരു ആയത്ത് ഓതിയാൽ നിന്റെ വീടിനും മലക്കുകൾ കാവൽ നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സർവ്വ ശൈത്താനും ഇറങ്ങിപ്പോകുന്ന ആയത്താ. നിന്റെ വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന സർവ്വ ശൈത്താനുകളും ഇറങ്ങിപ്പോകുന്ന ആയത്താ. അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ സൂറത്തുൽ വാഖിയ ആരെങ്കിലും ഓതുന്നുണ്ടെങ്കിൽ പെമ്മക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തോ, നീ പേടിക്കണ്ട, മക്കളെ കെട്ടിക്കുന്നത് ഓർത്തിട്ട് പിരിവിനൊന്നും നടക്കണ്ട. സൂറത്തുൽ വാഖിയ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഓതുന്നുണ്ടെങ്കിൽ മരിക്കുന്നത് വരെ അല്ലാഹു അവർക്ക് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. 2 സൂറത്തുൽ മുൽക്ക്, വീടും പ്രകാശിക്കും, പള്ളിക്കാട്ടിൽ നിന്റെ ഖബറും പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സൂറത്തുൽ മുൽക്ക് 2.25 പേജ്. ഇത് ഓതിയാ കിട്ടുന്ന പ്രതിഫലം, വീടും പ്രകാശിക്കും, മലക്ക് നീ മഗ്രിബ് കഴിഞ്ഞ് ഖുർആൻ ഓതുവോ, എല്ലാ ദിവസവും ഓതുവോ, മലക്ക് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിന്റെ വീട് ഒരു ദിവസം നിന്റെ വീട്ടിൽ നീ സുഖമില്ലാതെ കിടക്ക, ഓതുന്നില്ല, മലക്കുകൾ അല്ലാഹുവിനോട് പറയുവത്രേ, പടച്ചവനെ ആ പ്രകാശം എന്ന് കാണുന്നില്ല അല്ലാ, ആ പാവപ്പെട്ട ഉമ്മയ്ക്ക് രോഗമാണെങ്കിൽ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. മഗ്രിബിന് ശേഷം നിത്യമായിട്ട് ഓതുന്ന ഒരു വാപ്പ നിന്റെ വീട്ടിൽ ഓതും, നീ കിടപ്പിലായി പോയി ഓതിയില്ല, നിന്നെ കാണാതെ വരുമ്പോ മലക്ക് തിരയാ, മലക്ക് നിന്നെ തിരയും, നിന്റെ വീട്ടിൽ വരും, നോക്കുമ്പോ നീ രോഗം പിടിച്ച് കിടക്കുന്നു. എന്തേ ദുആ ചെയ്യുന്നേ? നിന്റെ മക്കള് പള്ളിയിലെ ഖത്തീബിന്റെ അടുത്ത് വന്നിട്ട് പറയും, തീരാൻ ദുആ ചെയ്യും ഉസ്താദേ,
പള്ളിയിലെ ഖത്തീബിന്റെ അടുക്ക് വാപ്പ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ നിന്റെ പെറ്റ മക്കള് പറയുമ്പോ മലക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യ, അല്ലാ ഈ സാധുവിന് നീ ശിഫ കൊടുക്കല്ല, ഈ സാധുവായ പാവപ്പെട്ട ഉപ്പ ഖുർആൻ ഓതുന്ന ഈ ഉപ്പ ഈ ഉമ്മയ്ക്ക് നീ രോഗത്തിന് ശിഫ കൊടുക്ക്, അല്ലാഹുവേ നീ സ്വർഗ്ഗം കൊടുക്കണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു സജദ. സജദ 2.25 പേജ്, അതും അത്രേ ഉള്ളൂ. ഞാൻ പറയണതെല്ലാം 2.5 പേജ്. സൂറത്തുൽ വാഖിഅ 2.5 പേജ്, 2.5 പേജ്. സൂറത്തുൽ മുൽക്ക് 2.25 പേജ്, സൂറത്തു സജദ 2.25 പേജ്. ഓദിക്കോ, ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അല്ലാഹ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. സൂറത്തു യാസീൻ, നിനക്കെന്തേ കടം മാറണം, വീട് വേണം, രോഗം മാറണം, കച്ചവടം വേണം, നല്ല ജീവിതം വേണം, വേണോ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യ്. സമയമില്ലല്ലേ? അപ്പടില്ലേ ചന്ദനമഴ അല്ലേ? മഴ പെയ്യുന്ന പോലെ ഇറങ്ങും നിന്റെ വീട്. ചിലര് വീടിങ്ങനെ ഖുർആൻ തുറന്നു വെക്കുമ്പോ പ്രകാശിക്കും. നിന്റെ വീട്ടിൽ TV പ്രകാശിക്കുന്നത്. പണ്ടൊക്കെ റോഡിൽ കൂടെ പോയ ഉമ്മമാരിരുന്നിട്ട് അല്ലാഹ് ഖുർആൻ ഓതുന്ന ശബ്ദം പണ്ടങ്ങനെ ആയിരുന്നു. ഖുർആൻ ഓതുന്ന ഒരു സഹാബിയുണ്ട്, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. ചങ്ങാതിയുടെ സ്വഭാവം, ഒരു പെണ്ണിനെ കണ്ട് ആഗ്രഹിച്ചാ പിന്നെ അവളെ കിട്ടിയിരിക്കണം. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ഒരു പെണ്ണിനെ കണ്ട, വല്ലാത്ത ആരോഗ്യവാനാ. പഴയകാലം അവിടെ നിന്ന് പടച്ചവനെ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടു, ചോദിച്ചു, സമ്മതിക്കുന്നില്ല. വീട്ടിൽ കയറി ചെന്ന് രാത്രി വീട്ടിൽ കയറി ചെന്നിട്ട് ഈ പെണ്ണിനെ കീഴ്പ്പെടുത്തിയിട്ട് പീഡിപ്പിക്കുന്നതിന് വേണ്ടി, ഈ പെണ്ണിനെ വ്യഭിചരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തിട്ട് മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ സാധുവായ പെണ്ണ്, ആരോഗ്യവാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ തകർന്ന് തരിപ്പണമായിട്ട് അല്ലാഹുവേ പേടിച്ച് വിറച്ചിരിക്കുക. അപ്പോഴാ അടുത്ത വീട്ടിൽ ഇരുന്നിട്ട് ഒരു ഉമ്മ ദുആ ചെയ്യാ, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്ത് ഓതി അവിടെ നോതുകയാ. അവിടെ നിന്ന് പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. എടാ, നന്നാവാൻ സമയമായില്ലേടാ, അതാ ഖുർആന്റെ അർത്ഥം. ആ ആയത്തിന്റെ അർത്ഥം എന്തെന്നറിയോ? അലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. അടുത്ത വീട്ടിൽ ഇരുന്നിട്ട് ഒരു ഉമ്മ ഓതുക, നന്നാവാൻ സമയമായില്ലേ? ഈ പെണ്ണ് ചോദിക്കാ, സമയമായില്ലേ നിനക്ക് നന്നാകാൻ? അല്ലാഹുവിനെ പേടിയില്ലേ? യോദ്ധാവായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു താൻ ആഗ്രഹിച്ച പെണ്ണുങ്ങളെ മുഴുവനും കീഴ്പ്പെടുത്തിയിട്ട് അവിടുത്തെ ആഗ്രഹം സാധിച്ചിരുന്ന ചെറുപ്പക്കാരൻ ഈ പെണ്ണിനെ കീഴ്പ്പെടുത്തിയിട്ട് വ്യഭിചരിക്കാൻ പോകുമ്പോഴാ ആ പെണ്ണുമ്മ അടുത്ത വീട്ടിലിരുന്ന് ഓതുന്നു, അലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. ഈ പെണ്ണ് ചോദിക്കാ, കേട്ടോ, നന്നാകാൻ സമയമായില്ലേ നിനക്ക്? അല്ലാഹുവിനെ ഓർമ്മയില്ലേ നിനക്ക്? മരിക്കണ്ടേ ഫുളൈലെ? എഴുന്നേറ്റ് പോയി. എന്റെ പ്രിയമുള്ളവരെ, പണ്ട് അങ്ങനായിരുന്നു. ഇന്നിപ്പം വീട്ടിൽ TV ഒന്നും വേണ്ട. ഇവിടെ ഇരുന്ന അപ്പുറത്തിരിക്കണ സീരിയലിന്റെ ശബ്ദം ഇക്കരെ കേൾക്കാം, കഥയൊക്കെ ഇവിടെ ഇരിക്കും. ഇതാവസ്ഥ. നിന്റെ വീട് പ്രകാശിക്കുന്നത് TV കൊണ്ടാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ കടം മാറണോ, ദുഃഖം മാറണോ, രോഗം മാറണോ, പ്രയാസം മാറണോ, യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യ്. നീ ചോദിക്കുന്നത് അള്ളാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ വീടിന് മലക്കുകൾ കാവൽ നിൽക്കും. പൈസ ഒന്നും കൊടുക്കണ്ട. നിന്റെ വീടിന് മലക്കുകൾ കാവൽ നിൽക്കും. കള്ളം വരൂല, കൊള്ളക്കാര് വരൂല, ശൈത്താൻ വരൂല. നിന്റെ വീടിന് ഒരേ ഒരാൾ മാത്രമേ നിന്റെ വീടിന്റെ അകത്ത് വരൂ. ഖുർആനിലെ ഒരായത്ത് ഓതിയ നിന്റെ വീടിന് മലക്കുകൾ കാവൽ നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഓതാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതുവോ? ഖുർആനിലെ ഒരായത്ത് ഓതിയ നിന്റെ വീടിന് മലക്കുകൾ കാവൽ നിൽക്കും. ഖുർആനിലെ ഒരായത്ത് ഓതിയ അല്ലാഹ് നിനക്ക് നൽകിയ സർവ്വ നിഅമത്തുകളും നിലനിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടായത്ത്. ഒരായത്ത് ഓതിയ നിന്റെ വീടിന് മലക്കുകൾ നീ പേടിക്കണ്ട, ഓതിയിട്ട് കിടന്നോ. നിന്റെ സ്വർണ്ണമൊന്നും കള്ളം കൊണ്ടുപോകത്തില്ല. എല്ലാം ഊരി മേശപ്പുറത്ത് വെച്ചിട്ട് നീ കടന്നോ. ഖുർആനിലെ ഈ ആയത്ത് നിന്റെ വീടിന് മലക്കുകൾ കാവൽ നിൽക്കും. അല്ലാഹു ഓതാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. 2, ഖുർആനിലെ ഒരായത്ത് ഓതിയ അല്ലാഹ് നിനക്ക് തന്നതൊക്കെ അവിടെ തന്നെ ഉണ്ടാകും. നീ പേടിക്കണ്ട, ഒന്നും നഷ്ടപ്പെട്ടു പോകൂല. അല്ലാഹു നിനക്കത് നിലനിർത്തി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ 2 ആയത്ത് നമുക്ക് പഠിക്കാം. എഴുന്നേറ്റ് വാ. ബിസ്മില്ലാഹ്. കഴിഞ്ഞു.
പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ, എഴുന്നേറ്റ് ബിസ്മില്ലാ, വാ എഴുന്നേറ്റ് വാ, ഇത് ഇരിക്കണേ, വാ ഇൻഷാ അല്ലാഹ് പോണ്ടേ, വീട്ടിൽ പോണ്ടേ, വാ ഇങ്ങടുത്തേക്ക്, വാ 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 ഇങ്ങോട്ട് വാന്നേ, ഇങ്ങോട്ട് വാ, എഴുന്നേറ്റ് പോലെ എഴുന്നേക്ക് ബിസ്മില്ലാ. രണ്ടായത്തെ ശൈത്താനെയൊക്കെ ഓടിച്ച് വെള്ളം ഇന്ന് വീട് റെഡിയാക്ക്. ഇരിക്കണ പെണ്ണുങ്ങളൊക്കെ എഴുന്നേറ്റ്, ഇരിക്കണം, എല്ലാം എഴുന്നേക്ക് ബിസ്മില്ലാ, ബിസ്മില്ലാ, ജൽദി ജൽദി എല്ലാം എഴുന്നേറ്റ്, എഴുന്നേറ്റ് അങ്ങോട്ട് പോക്കെ, ആ സ്വർഗത്തിലോട്ടൊന്ന് കയറി ദുആ ചെയ്യട്ടെ. പോ ബിസ്മില്ലാ, ഇറങ്ങിക്കോ ബിസ്മില്ലാ, എല്ലാം ഇറങ്ങി അങ്ങോട്ട് പോ, പൊക്കോ, കെട്ടിടത്തിനകത്ത് ഇരിക്കാതെ പോ, ബിസ്മില്ലാ, അങ്ങോട്ട് പോയി നിൽക്കുക, ദുആ ചെയ്യാൻ പോവാ, എല്ലാം ഇറങ്ങി അങ്ങോട്ട് പോയി നിന്നു. ഇരിക്കുന്നില്ല, ആരും ഇരിക്കുന്നില്ല, എല്ലാം നിൽക്കുക, പോയി ഇരിക്കും, അങ്ങോട്ട് പോയി എല്ലാവരും പോയി നിൽക്കുക. അല്ലാഹു ഈമാൻ നൽകട്ടെ. ഈ സൈഡിൽ നിൽക്കുന്ന ചങ്ങായിമാരൊക്കെ ഇങ്ങോട്ട് വാ, അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പറ 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹ് ഈ സ്വലാത്ത് സ്വീകരിക്കണേ അല്ലാഹ്. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. പടച്ചവനെ, ഈ സദസ്സിൽ ആരെല്ലാം നിൽക്കുന്നുണ്ടോ അല്ലാഹുവേ, അല്ലാഹുവേ, ഈ കാലുകൾ നാളെ സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിൽ തെറ്റി വീഴാതെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. നരകത്തിൽ ചവിട്ടേണ്ട ഒരു ഗതി തരല്ലേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹ്, ഈ സദസ്സിൽ ആരെല്ലാം നിൽക്കുന്നുണ്ടോ കരുണക്കടലായ അല്ലാഹ്, നാളെ തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പടച്ച റബ്ബിന്റെ പരലോകത്ത് നിർത്തിയിട്ട് ഞങ്ങളെ നീ ഒരുക്കല്ലേ അല്ലാഹ്. സ്വർഗം കിട്ടാൻ ഇതൊരു സബബാക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ നിന്ന പരലോകത്ത് നിൽക്കണ്ട. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പോതാത്ത അങ്ങോട്ട് ദുആ ചെയ്യട്ടെ. എല്ലാം ഇറങ്ങിക്കോ ബിസ്മില്ലാ. പെട്ടെന്ന് ജനറേറ്ററിന്റെ അടുത്ത് ഇരിക്കണ്ട, ഇറങ്ങിപ്പോ. എല്ലാം അങ്ങോട്ട് പോയി നിന്നത്. അവിടെ ഇറങ്ങി താഴോട്ട് ഇറങ്ങിക്കോ ബിസ്മില്ലാ. തണുപ്പൊന്നുമില്ല. എല്ലാരും വിചാരിക്കുന്നത് ഇപ്പം മഞ്ഞ് പെയ്യുന്നു. മഞ്ഞൊന്നുമല്ല, ഇടിത്തി വീഴാൻ പോകുന്നു. പെട്ടെന്ന് ഇറങ്ങി ഇൻഷാ അല്ലാഹ്. ലോകം അവസാനിക്കാറായി. ഉള്ള സൗകര്യം ഇപ്പൊ ഇല്ല. കബറിനകത്ത് ഇത്ര സൗകര്യമൊന്നും ഇല്ലല്ലോ. ഉമ്മാടെ വെയിറ്റ് ചെയ്തതിനേക്കാളും സ്ഥലമൊന്നും ഇല്ലായിരുന്നല്ലോ. എല്ലാം ഇറങ്ങിക്കോ ബിസ്മില്ലാ, പൊക്കോ. കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് അവിടെ പോയി നിൽക്കുക. എങ്കിൽ പരലോകത്ത് രക്ഷപ്പെടും. സ്കൂൾ ഇടിഞ്ഞ് തറയെ വീടും. പോ ബിസ്മില്ലാ, പോ. പെട്ടെന്ന് എല്ലാം പോയി അവിടെ നിന്നോ. ദുആ ചെയ്യാൻ പോ. അള്ളാന്റെ മുന്നിൽ യാചിക്കാൻ വന്ന എല്ലാരും. അല്ലാ യജമാനൻ, നീ അടിമ. ബാങ്കിന്റെ മുന്നിൽ പോയി നിന്നപ്പോ കാലുവേദന ഉണ്ടോ? 500 1000 മാറായി. ഈ നാട്ടിലെ ഏതെങ്കിലും ഉമ്മായിക്ക് രോഗം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോപ്പാ? ബാങ്കിന്റെ മുന്നിൽ പോയി നിന്നപ്പോ നമുക്ക് ആർക്കെങ്കിലും കാലുവേദന ഉണ്ടായിരുന്നോ? നടുവേദന ഉണ്ടായിരുന്നോ? പോയി നിന്നു ആധാരം പിടിച്ചോണ്ട്. ഒരു രോഗം ഇല്ലായിരുന്നല്ലോ. ഇന്ന് നീ ഇവിടെ നിന്നാ നീ രക്ഷപ്പെടും. അള്ളാഹു നിനക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒക്കെ എല്ലാം പോയി നിന്നോ. ഞാൻ പോവാ ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ. ഖുർആനിലെ 2 ആയത്ത് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? രണ്ടും വേണോ? ഒന്ന് പോരെ? രണ്ടും വേണോ? രണ്ടെണ്ണവും കേട്ടിട്ട് കളഞ്ഞാ അടി കൂടുതൽ കിട്ടും. ഇൽമു പഠിച്ചിട്ട് അത് വെറുതെ ചെയ്യാതിരുന്ന അടി കൂടുതലാ. വെറുതെയാണെന്ന് വിചാരിച്ചോ? വെറുതെ കേട്ട് കളയാനല്ല, പഠിച്ച ജീവിതത്തിൽ ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ടും വേണമെന്ന് താല്പര്യമുള്ളവർ കൈവക്ക്. 2 ആയത്ത്. നിങ്ങൾ എന്താ അകന്നിക്കണേ? പൈസ ചിലവൊന്നും ഇങ്ങോട്ട് പോയ ചങ്ങായിമാർ ഇങ്ങോട്ട് കയറി. എല്ലാരും ഇങ്ങോട്ട് അടുത്തേക്ക്. അകന്നകന്ന് പോയി. അകന്നെല്ലാം പോയി. ഇപ്പൊ 450 അട്ടിലായി. അള്ളാഹു ഉമ്മത്തിന് ഐക്യം നൽകുമാറാകട്ടെ. തീരാറായി ചങ്ങാതിമാരെ. വേണമെങ്കിൽ എല്ലാം ഒരുമിച്ചോ. അള്ളാഹു ഐക്യം നൽകുമാറാകട്ടെ. ഇവിടുന്ന് പെണ്ണുങ്ങളൊക്കെ ഇറങ്ങിയ പോട്ടെ, അൽഹംദുലില്ലാഹ്. എല്ലാം മാറി നിന്നോ ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2 ആയത്ത് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അതിനു മുമ്പ് എന്തിനായി വഅദ് വെച്ചെന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനം മനോഹരമായി പണിയൊക്കെ കഴിഞ്ഞില്ലേ? പള്ളിയുടെ പണിയൊക്കെ തീർന്നില്ലേ? മതി, ഉള്ളതൊക്കെ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്തായാലും അൽഹംദുലില്ലാഹ് നല്ല നിലയിൽ ഒരു പള്ളി പണിതു. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റമളാൻ മാസം വരിക. റജബ് തുടങ്ങാറായില്ലേ ഉസ്താദേ? അടുത്ത ആഴ്ച കണ്ടല്ലേ? വരുന്ന വെള്ളിയാഴ്ച മുതൽ തുടങ്ങും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. വന്ന് തുടങ്ങി. അടുത്ത വെള്ളിയാഴ്ച മുതൽ ദുആ തുടങ്ങാം. റമളാൻ പടിവാതിലിൽ വന്ന് നിൽക്കുന്നു. അല്ലാഹു ഒരുങ്ങാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഭവനം മനോഹരമായി പണിത് കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ആ പള്ളിക്കകത്ത് ആവശ്യമുള്ളൊരു കാര്യമുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ, ഈ റമളാനിന് മുമ്പ്
പള്ളിയുടെ ഉൾഭാഗം കാർപ്പറ്റ് ഇട്ടേക്കണം. ഉണ്ടോ ഇപ്പൊ കാർപ്പറ്റ്? പള്ളിയുടെ എല്ലാം പോയി കിടക്കാം. അള്ളാന്റെ പള്ളി നമുക്ക് കാർപ്പറ്റ് ഇടണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പള്ളി 2 നിലയില്ലേപ്പാ? നിങ്ങള് വിഷമിച്ചിരിക്കുന്ന എന്തപ്പാ? പള്ളി പ്രസിഡന്റ് ആരാപ്പാ? ചുമ്മാ അല്ല ടെൻഷൻ. സെക്രട്ടറിയും പ്രസിഡന്റ് അങ്ങോട്ട് മാറി കാണണം. എനിക്ക് അവിടെ നിൽക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വീട് എത്ര മനോഹരമാ! നമ്മുടെ വീട് എത്ര മനോഹരമാ! അള്ളാന്റെ വീട്. ഇവിടെ അല്ലേ നിസ്കരിക്കാൻ വരണ്ടേ? അവസാനം ഇവിടെ അല്ലേ വന്ന് കിടക്കണ്ടേ? എവിടാ പള്ളി? എവിടെ ഇരിക്കണേ? ഈ ഭാഗത്താ. അവസാനം എല്ലാം കളഞ്ഞാലും കോടിക്കണക്കിന് സമ്പാദിച്ചത് മുഴുവനും പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും കൊടുത്തിട്ട് അവസാനം ഈ പള്ളിക്കാട്ടി തന്നെ വരണം. അള്ളാഹു നമ്മുടെ അവസാന യാത്ര നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വരുന്ന റമദാൻ മാസത്തിന് മുമ്പായിട്ട് അള്ളാഹുവിന്റെ പള്ളി മനോഹരമായി അൽഹംദുലില്ലാഹ് ആ പള്ളിയുടെ 2 നിലയും കാർപ്പറ്റിട്ട് നിസ്കരിക്കാൻ വരുന്നവർക്ക് നല്ല നിലയിൽ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രതിഫലം മാത്രം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു തരുന്ന പ്രതിഫലം പറഞ്ഞു ഞാൻ തരാം. അല്ലാഹു പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാ. അള്ളാഹു പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാ. അല്ല പറഞ്ഞു എന്റെ വീടാണ് ഭവനം, എന്റെ ഭവനമാണ് പള്ളി. അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദക്ക കൊടുത്താൽ അള്ളാഹു പറഞ്ഞ പ്രതിഫലം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലോകത്തുള്ള സർവ്വ പള്ളികളും സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭൂമിയിലെ സർവ്വ പള്ളികളും സ്വർഗത്തിലാണ്. എല്ലാ പള്ളികളും സ്വർഗത്തിൽ പോകുമ്പോ 3 വിഭാഗം ആൾക്കാരെ പള്ളി മറക്കാതെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ പള്ളി 3 പേരെ കൂടെ കൊണ്ടുപോകും. ആ 3 പേരിൽ ഒരു മനുഷ്യൻ ആ പള്ളിക്ക് വേണ്ടി സദക്ക കൊടുത്ത മനുഷ്യനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദര, നിനക്ക് അല്ലാഹ് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം 1, പള്ളി നിന്നെ മറക്കൂല. അള്ളാന്റെ പള്ളി നിന്നെ മറക്കൂല. നാളെ പരലോകത്ത് നിന്നെ ആരും മറന്നാലും ഈ ഭവനം ഉണ്ടാകും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 2 മരിക്കുന്ന സമയത്ത് നീ സ്വർഗം കണ്ടിട്ടേ മരിക്കൂ. പേടിക്കണ്ട. അള്ളയാ തരാന്ന് പറഞ്ഞ ഞാനല്ല, അള്ളാഹുവാ പറഞ്ഞ് നിനക്ക് സ്വർഗം തരാമെന്ന്. അല്ല വാക്കു പറഞ്ഞ പാലിക്കുന്നവനാ. ഇന്നല്ലാഹ ഇസ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹ് വാക്ക് പറഞ്ഞിട്ടുണ്ട് സ്വർഗ്ഗം തരാമെന്ന്. പെണ്ണെ, അല്ലാഹുവിന്റെ പള്ളി, അല്ലാഹുവിന്റെ പള്ളി നിനക്ക് നിസ്കരിക്കാൻ ഭാഗ്യമില്ലെങ്കിലും ഈ പള്ളിയുടെ ചാരത്ത് അവസാനം വന്ന് കിടക്കുമ്പോ നിന്റെ ഖബറിന്റെ അകത്ത് അല്ലാഹുവേ ആരൊക്കെ നീ കൊടുത്ത മുസല്ലയിൽ സുജൂദ് ചെയ്യുന്നുണ്ടോ അതിന്റെ പ്രതിഫലം നിന്റെ ഖബറിലെത്തും. അത് ജാരിയായ സദഖയ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ട് മരിക്കാം. കണ്ടിട്ടുണ്ടല്ലോ ഈ നാട്ടിൽ പലതും കടന്ന് പല പണക്കാരന്മാരും ഒരുപാടുണ്ടായവർ മരിച്ചു കിടന്നപ്പോ കാണാൻ പോയപ്പോ മുഖവും കറുത്ത് കണ്ണും തെള്ളി വായിലൂടെ പതയും നൊരയും ഒലിപ്പിച്ച് മലമൂത്ര വിസർജനം നടത്തി മൂക്കിലൂടെ ബ്ലഡ് ഒലിപ്പിച്ചിട്ട് ഇങ്ങനെ കിടക്കാ. അപ്പൊ വരിക്ക് നിൽക്കുന്ന ഒരാളോട് പറയാ, മോനെ കാണാൻ പോകണ്ടടാ, കണ്ടാ പേടിയാകും. അല്ലാഹുവേ അങ്ങനെ ഒരു മരണത്തിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അങ്ങനെ ഒരു മരണത്തിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. വീട്ടിൽ പോയി കിടന്നാലും ആ മുഖം മറക്കൂല. പേടി. രാത്രി ഒറ്റയ്ക്കിരിക്കുമ്പോ ആ രംഗമാ ഓർമ്മ വരുന്നേ. എങ്കിൽ സഹോദര, അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നീ എന്തെങ്കിലും കൊടുത്ത, ഉമ്മാ നിന്റെ ശരീരത്ത് കിടക്കണ സ്വർണം അള്ളാഹിന്റെ പള്ളിക്ക് വേണ്ടി നീ കൊടുത്ത, ഉമ്മച്ചി നീ മരിക്കുമ്പോ നിന്റെ മുഖത്ത് പ്രകാശം ഉണ്ടാകും. നീ അള്ളാഹിന്റെ സ്വർഗം കണ്ടട്ടെ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഈ സ്വർണത്തിന് പകരം അള്ളാഹ് നിനക്ക് സ്വർഗം കാണിച്ചു തരും ഉമ്മ. അന്ന് നീ കൊടുക്കുന്ന ഈ സദഖയ്ക്ക് പകരം അള്ളാഹു നിനക്ക് സ്വർഗം കാണിച്ചു തരും. അത് കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യം കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 അള്ളാഹുവിന്റെ പള്ളിയെ സ്നേഹിച്ച നിന്നെ, അള്ളാഹുവിന്റെ പള്ളിയെ സ്നേഹിച്ച നിന്നെ അള്ളാഹ് മറക്കോ?
അള്ളാന്റെ ഭവനം എത്ര കാലം കൊണ്ട് നിസ്കരിക്കുന്നു മനുഷ്യ, നീ കിബിലേക്ക് നേരെ നിന്ന് നിസ്കരിക്കുന്നു, പക്ഷേ കണ്ടിട്ടുണ്ടോ? നിനക്കൊന്ന് കാണണ്ടേ? സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ലല്ലേ ഹജറുൽ അസ്വദ്. എന്തേ പ്രതിഫലം? ചുംബിച്ച സർവ്വ പാവങ്ങളും അള്ളാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വെളുത്ത് മനോഹരമായിരുന്ന ആ കല്ല് കറുപ്പ് കാണണമെങ്കിൽ അവിടെ പോണം. ആ വെളുത്തിരുന്ന കല്ല് കറുക്കാനുള്ള കാരണം ഓരോ മനുഷ്യനും അതിൽ ചുംബിക്കുമ്പോൾ അവന്റെ പാപം മുഴുവനും ആ കല്ല് പിടിച്ചെടുക്കുക. അങ്ങനെ കറുത്ത ആ കല്ല് ആ കഅബാലയത്തിന്റെ മൂലയിൽ ഇരിപ്പില്ലേ, നിനക്കൊന്നു പോയി തൊടുകെങ്കിലും ചെയ്യണ്ടേ വാപ്പ? ആഗ്രഹമില്ലമ്മ, അള്ളാഹുവിന്റെ ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നുകൊണ്ടുവന്ന കല്ല് നിനക്ക് തൊടണം, ചുംബിക്കണം. കഅബ മുത്തുനബി ഹൃദയം ചേർത്ത് വെച്ചിട്ട് കരഞ്ഞു ദുആ ചെയ്ത് ആ കഅബയല്ലേ അവിടെ നിൽക്കണേ, നിനക്കതിന്റെ കില്ല പിടിച്ചിട്ടൊന്ന് ദുആ ചെയ്യണ്ടേ ഉമ്മ? മഖാമു ഇബ്രാഹിം തഹയ്യാത്തിൽ നീ പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ കാല് ചവിട്ടിയിരുന്ന മഖാമു ഇബ്രാഹിം ഒന്ന് കണ്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നിനക്ക് ദുആ ചെയ്യണ്ടേ? മഹാൻ മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ മുത്തുനബിയോട് ചോദിച്ചു, നബിയെ, എപ്പോഴും കഅബാലയത്തിന്റെ അകത്ത് കയറി നിങ്ങൾ നിസ്കരിക്കുന്നല്ലോ, ഞങ്ങൾക്ക് നിസ്കരിക്കണ്ടേ നബിയെ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ, ഈ ഹിജ്ർ ഇസ്മായിലിനകത്ത് നിന്ന് നിസ്കരിച്ച കഅബയുടെ അകത്ത് നിസ്കരിച്ച പ്രതിഫലവാ പോയിട്ട് ആ പച്ച ലൈറ്റിന്റെ ഇടയിൽ കയറി നിന്ന് നിസ്കരിക്കണ്ടേ ഉമ്മ? അതിന്റെ മുകളിലല്ലേ സ്വർണ്ണപ്പാത്തി ഇരിക്കുന്നത്. ആ സ്വർണ്ണപ്പാത്തിയുടെ താഴെ നിന്ന് ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന് അള്ളാന്റെ റസൂലല്ലേ പറഞ്ഞേ? നിനക്ക് കൊതിയില്ലേ അവിടെ പോയി നിന്നിട്ടൊന്ന് ദുആ ചെയ്യാൻ? വല്ലവരും പോയിട്ട് വരുമ്പോ കൊണ്ടുവരുന്ന സംസം വെള്ളം കുടിച്ച് നടന്നാ മതിയോ ഉമ്മ? നിനക്കൊന്ന് സ്വന്തം കൈകൊണ്ട് കോരി കുടിക്കാൻ കൊതിയില്ലേ? അള്ളാഹുവേ, പടച്ചവനെ ഫോട്ടോയിൽ കാണുന്ന റൗള കണ്ടാ മതിയോ? ഫോട്ടോയിൽ കണ്ടാ മതിയോ ഉമ്മ? നിനക്കൊന്ന് പോയിട്ട് ആ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് പറയണ്ടേ ഉമ്മ? പറയണ്ടേ ചെറുപ്പക്കാരാ? അതല്ലേ മോനെ ഈ ജീവിതം. അവിടെ പോയാ കിട്ടുന്ന പ്രതിഫലം എന്താ? അവിടെ പോയാ മൻ സാറ ഖബരി വജബതു ലഹു ശഫാഅതി, എന്റെ ഖബർ ആര് വന്ന് സന്ദർശിക്കുന്നുണ്ടോ അവന് ഞാൻ സ്വർഗ്ഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. മദീനത്ത് കിടന്നുറങ്ങുന്ന മുത്തുനബിയുടെ ഖബർ കാണാൻ പോയാൽ കിട്ടുന്ന പ്രതിഫലം, മുത്തുനബിയുടെ ഖബർ സിയാറത്ത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം ഈ ഹദീസ് നിഷേധിക്കാൻ പറ്റുമോ? മൻ സാറ ഖബരി വജബത് ലഹു ശഫാഅതി, എന്റെ ഖബർ ആര് സന്ദർശിക്കുന്നു അവൻ നാളെ എന്റെ ശഫാഅത്ത് അവനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പോയി കാണാൻ കൊതിയുണ്ടോ? പോയി കാണാൻ കൊതിയുണ്ടോ? അള്ളാഹു നിനക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് നൽകും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോണം സഹോദര, ഞാനും ഈ മാസം ഇൻഷാ അല്ലാഹ് ഉംറയ്ക്ക് പോകാം. ഞാനും പോവാ. അൽഹംദുലില്ലാ, എന്റെ ഫാമിലിയൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. ചെറിയ തടസ്സങ്ങളൊക്കെ. ആ പാവപ്പെട്ടവൾ ഇന്ന് വയ്യാതെ കിടക്കാൻ. അപ്പൊ ആ പാവപ്പെട്ടവൾക്ക് കൊണ്ട് ഞാൻ പറഞ്ഞു ഇന്നൊരു ചെറിയ തടസ്സം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആ സാധു തളർന്ന് BP കുറഞ്ഞിട്ട് ആശുപത്രിയിൽ. അള്ളാഹു ശിവ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതൊരു വലിയ ഭാഗ്യമല്ലേ? അള്ളാന്റെ വീട് കാണാൻ പോകാം. കഅബ പറയുവത്രേ, എന്നെ ആരൊക്കെ കണ്ടോ അവർക്കൊക്കെ സ്വർഗം കൊടുക്കണേ എന്ന് കഅബാലയം പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദര, ഞാൻ ആരെയും വല്ലാഹി പറഞ്ഞു നിർത്തിയിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. കാരണം അള്ളാഹിക്ക് കള്ളുകുടിയന്റെയും പലിശക്കാരന്റെയും പൈസ അള്ളാഹിക്ക് വേണ്ട. അള്ളാടെ വീട് നോക്കാൻ അള്ളാഹിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ള മനസ്സ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്ക്. എന്റെ സഹോദര, എനിക്ക് ഓർമ്മ വരുന്നത് എത്രയോ സമ്പന്നന്മാരുണ്ട്. ആ കൊച്ചുകുട്ടിയെ ഇപ്പൊ വാപ്പയുടെ കൈ പിടിച്ചൊരു മകൻ വന്നു സദക്ക തന്നിട്ട് പോയി. കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം കൊല്ലം ജില്ലയിൽ ഞാനൊരു സ്ഥലത്ത് വഴുതു പറഞ്ഞു. അവസാനമല്ല ഞാൻ ചോദിച്ചു, ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കുന്നതിന് വേണ്ടി 1 ഗ്രാം തരും. എല്ലാം ഇങ്ങനെ നിൽക്കാം. 5 വയസ്സുള്ള എന്റെ മുട്ടിന്റെ അത്രയും പോലും ഇല്ല, ബിലാൽ എന്ന് പറയുന്ന ഒരു ചെറിയ മകനെ വാപ്പ സ്റ്റേജിൽ കയറ്റി വിട്ടു. അവൻ എന്റെ അടുക്കലേക്ക് വന്നിട്ട് ഒരു കയ്യിൽ ഒരു ചെറിയ കവർ തന്നു. മുട്ടായി കവറിന്റെ അകത്ത് റബ്ബർ ഇട്ട് കെട്ടി വെച്ചിരിക്കണം. 5 രൂപയുടെയും 10 രൂപയുടെയും നോട്ട് എന്റെ കയ്യിൽ കൊണ്ടു തന്നു. എവിടെ നിന്നാടാ മോനെ? വാപ്പായും ഉമ്മായും മുട്ടായി മേടിക്കാൻ തന്ന പൈസ ഉസ്താദെ.
വാപ്പായുമായും മുട്ടായി മേടിക്കാൻ തന്നതാ. പല പ്രാവശ്യവും കൊടുത്തത് അവൻ കവറി കെട്ടി വെച്ചിരുന്നു. കൊണ്ടുവന്നു തന്നു. ഞാൻ സംഘാടകരോട് പറഞ്ഞു എണ്ണി നോക്കാൻ 390 രൂപ സംഘാടകർ പറഞ്ഞു. അവസാനം ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? എന്തേ മോനെ ദുആ ചെയ്യണ്ടേ? ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോകുമ്പോ പറഞ്ഞു, ഉസ്താദെ എനിക്ക് ഖുർആൻ പഠിക്കണം. അല്ലാഹു നീ ആ പൊന്നുമോനെ ഹാഫിളാക്കി കൊടുക്കണേ അല്ലാ. പാപ്പാ, ആ 5 വയസ്സുകാരന് തോന്നിയ ഈമാൻ 50 വയസ്സുള്ള നിനക്ക് തോന്നുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് പറയാനാ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നേ പറയാനുള്ളൂ. ഇന്ന് രാത്രി പോയാലും സന്തോഷത്തോടെ പോ. ഇന്ന് രാത്രി മരിച്ചാലും നിന്റെതെന്ന് പറയാൻ, നിനക്ക് കൊണ്ടുപോകാൻ ആകെ ഉപകാരപ്പെടുന്നത് ഈ സദഖയാ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റമളാൻ മാസത്തിന് മുമ്പ്, ഇപ്പൊ ഇൻഷാ അല്ലാഹ് മെയിലാണ് റമളാൻ വരുന്നത്. ഇപ്പൊ മാർച്ചായി, ഏപ്രിലായി, 2 മാസം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. ഉസ്താദെ, അല്ലാഹു എനിക്ക് ആയുസ് തന്ന, എനിക്ക് ആയുസ് തന്ന ഇൻഷാ അല്ലാഹ് ആ പള്ളി മുസല്ല ഇടുന്നതിന് വേണ്ടി, കാർപ്പറ്റ് ഇടുന്നതിന് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സദഖ കൊടുക്കുമെന്ന് തീരുമാനിക്ക്. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ അവകാശികളെ അല്ലാഹ് തന്നെ തെരഞ്ഞെടുക്കട്ടെ. എനിക്കറിയില്ല, ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. 3 സ്വലാത്ത് പറ, അല്ലാഹു തീരുമാനിക്കട്ടെ ആരാണ് അള്ളാന്റെ പള്ളിക്ക് അർഹതപ്പെട്ടവരെന്ന്. സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഉസ്താദെ, അപ്പൊ ഇൻഷാ അല്ലാഹ് തുടങ്ങട്ടെ. ആരാ ഉള്ളത്? ഇൻഷാ അല്ലാഹ് ഒരു സഹോദരൻ, പേര് പറയണ്ട, അദ്ദേഹം പള്ളിയുടെ 1ാമത്തെ സഫിലുള്ള മുസല്ല മുഴുവനും അല്ലാഹ് ഇഷ്ടപ്പെട്ട ഒരു അടിമ. ഖുൽഹു തക്ബീർ. അല്ലാഹുവേ, ആ സാധു ആരാണെന്ന് എനിക്കറിയില്ല, നീ ആ തെരഞ്ഞെടുത്തത്, നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഒരാൾ നിസ്കരിക്കുന്ന സ്ഥലത്തിന് എത്ര? ഒരു 3000 രൂപ ആവും. ഒരു 3000 രൂപ എത്രയാകും? ഒരാൾ സുജൂദ് ചെയ്യുന്ന സ്ഥലം ഇൻഷാ അല്ലാഹ് ഒരു 3000 രൂപ നിങ്ങളുടെ 2.5 മാസം നിങ്ങളുടെ മുന്നിലുണ്ട്. ഉസ്താദെ, ഞാൻ കൊടുക്കാം. അൽഹംദുലില്ലാഹ്. നിയ്യത്ത് ചെയ്യുന്നവർ കൈവെക്കുക ഇൻഷാ അല്ലാഹ്. ഒന്ന് കൈവെക്കുക ഇൻഷാ അല്ലാഹ്. 12 പേര് കുലൂ തക്ബീർ, 13, 14 കുലൂ തക്ബീർ, 15, 16, 17 ഇൻഷാ അല്ലാഹ്, 18, 19, 20, 21 കുലൂ തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഖുലൂ തക്ബീർ. 21 പേര് ഇൻഷാ അല്ലാഹ്. ഇനി ആരാ ഉള്ള? 21 ഇൻഷാ അല്ലാഹ്. 22. ഇനി ആരാ? ഒരു 3 പേര് കൂടെ കൈവക്കിക്കേ. ഒരു 3 പേര് കൂടെ. മോനെ, സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങാൻ നിനക്ക്. മരിക്കുമ്പോ ഇതിന്റെ പ്രതിഫലം കണ്ടിട്ടേ നീ മരിക്കൂ. ഒരു 3000 രൂപ ഇൻഷാ അല്ലാഹ്. 22 പേരായി. ഒരു 3 പേര് വേണമെന്ന് കൈവക്കിക്കാരാവുള്ള. അൽഹംദുലില്ലാഹ്. ഒരാൾ കൂടായി. 2 പേരായി ഇൻഷാ അല്ലാഹ്. 25 ഖുലൂ തക്ബീർ. 25 ഖുലൂ തക്ബീർ ഇൻഷാ അല്ലാഹ്. ആരാ 26ാമത്തെ അടിമ? ആരാണ്? ഇൻഷാ അല്ലാഹ്. 26 ഇവിടെ ഒരു വാപ്പ, ദാണ്ട് അവിടെ ഒരു വാപ്പ. 27 ഇൻഷാ അല്ലാഹ്. ആരാ 28ാമത്തെ അടിമ? ഒന്ന് നീങ്ങിയിരുന്നേപ്പ. 28 ദാ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കണ ചങ്ങാതി. 28 ഇൻഷാ അല്ലാഹ്. ഇനി 2 പേര് കൈപൊക്കിക്കോ. 2 പേര് കൈപൊക്കിക്കോ. സ്വർഗം. 29 ദാണ്ട് ഒരു സഹോദരൻ. അൽഹംദുലില്ലാഹ്. 30ാമത്തെ അടിമ. 30ാമത്തെ 30. അൽഹംദുലില്ലാഹ്. ഇനി ആരാ? 30 ഖുലൂ തക്ബീർ. സഹോദരിമാരെ, മരണവേദനയ്ക്ക്, പ്രസവവേദന മരണവേദനയാണെന്ന് പറയുന്ന ഉമ്മ, അള്ളാഹുവിന്റെ പള്ളി നിന്റെ മുന്നിൽ തുറന്നു വരികയാ. അള്ളാന്റെ പള്ളിയിൽ സുജൂദ് ചെയ്യുന്ന ആ മനുഷ്യന് നല്ല നിലയിൽ സുജൂദ് ചെയ്യേണ്ടത് നീ വാങ്ങിക്കൊടുത്ത ആ മുസല്ലയിലായിരിക്കണം. നിനക്ക് ഈമാൻ ഉണ്ടെങ്കിൽ, നിനക്ക് അള്ളാഹുവിന്റെ സ്വർഗം വേണമെങ്കിൽ, മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു 3000 രൂപയെ ഞാൻ ചോദിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ കൈവെക്ക. സംഘാടകർ ചെന്നിട്ട് എത്ര പേരുണ്ടെന്ന് നോക്കാം. അൽഹംദുലില്ലാഹ്. ഒന്ന് ചെന്നാ മതി. ഈമാനുള്ളവർ പൊക്കിയാ മതി. അല്ലെങ്കിൽ നീ പള്ളിക്കൂടി പോകുമ്പോ കൊണ്ടുപോക്കോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. 30 പേര് ഖുലൂ തക്ബീർ. ഖുലൂ തക്ബീർ. 30 ആയപ്പോ എത്ര രൂപ? 30 രൂപ. 3000 രൂപ വെച്ച് 30 പേരായപ്പോ
ഉസ്താദ് പറഞ്ഞത് 1 ലക്ഷം രൂപ പുറത്തു വേണമെന്നാണ്. ഇൻഷാ അല്ലാഹ് 1 ലക്ഷത്തിന് താഴത്തെ നിലയ്ക്ക് തന്നെ 1 ലക്ഷം രൂപ ആവും. ഖുലൂ തക്ബീർ ആരാ ഉള്ളത്? ഇൻഷാ അല്ലാഹ് ഇനി എനിക്ക് വേണം. അൽഹംദുലില്ലാഹ് ഉസ്താദെ ഞാനുണ്ട്. ഒരു 5 പേര് കൂടെ മനസ്സ് വെച്ച പള്ളിയുടെ താഴത്തെ നിലയെങ്കിലും നടക്കും. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കുക ഇൻഷാ അല്ലാഹ്. ദാ ഒരാള്, 2, 3, അൽഹംദുലില്ലാഹ് 3 ചെറുപ്പക്കാർ, അൽഹംദുലില്ലാഹ് 4 ഖുലൂ തക്ബീർ. ആരാ ഒരാൾ കൂടെ ഇൻഷാ അല്ലാഹ്. അഞ്ചാമത്തെ അടിമ 34 പേരായി. ഒരാൾ കൂടെ കൈവങ്ങട്ടെ, ഒരാൾ കൂടെ. അൽഹംദുലില്ലാഹ് ചങ്ങാതി, അൽഹംദുലില്ലാഹ് 35 ഖുലൂ തക്ബീർ. കരുണക്കടലായ ദയാലുവായ അല്ലാഹ് 3000 അല്ല 30,000 കൊടുക്കാനും കഴിവുള്ളവർ ഈ സദസ്സിലുണ്ട് തമ്പുരാന്. പക്ഷേ ഞാൻ നിന്നോട് പറഞ്ഞത് സ്വർഗത്തിന്റെ അവകാശികളെ തെരഞ്ഞെടുക്കാരാ. അല്ലാഹുവേ മനസ്സറിയുന്ന അല്ലാഹ്, പടച്ചവനെ ഈ 35 അടിമകളെയും നീ കൈവിടല്ലേ അല്ലാഹ്. ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ ആരോടും പറയാത്ത എന്തോ ഒരു മോഹമുണ്ട് തമ്പുരാന്. ഇവരുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഇവരുടെ വീട് നിന്റെ ഭവനത്തെ ഇവരെ ഏറ്റെടുത്തവരാണ്. ഇവരുടെ ഭവനം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഇവരുടെ ഭവനം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇവരുടെ ജീവിത മാർഗത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ പാപങ്ങൾ മരിക്കുമ്പോ ഇതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇവരുടെ മുഖം പ്രകാശിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിക്കാ ഈ പാപങ്ങൾക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഉസ്താദേ ഓരോ മാസവും എത്രയോ ദിവസം ഫോൺ വിളിച്ച് കളയുന്നവരാ, റീചാർജ് ചെയ്ത് കളയുന്നല്ലോ, നെറ്റ് ഉപയോഗിച്ച് കളയുന്നല്ലോ. അല്ലാഹുവിന്റെ ഭവനത്തിൽ നിസ്കരിക്കുന്നതിന് വേണ്ടിയല്ലേ അല്ലാഹ് ഈ പെങ്ങന്മാർക്ക് ഈമാൻ കൊടുക്കണേ അല്ലാഹ്. ഈ പെങ്ങന്മാരിന് സ്വർഗ്ഗത്തിന്റെ അവകാശികളായ പെണ്ണുങ്ങളുടെ മനസ്സിൽ തോന്നൽ കൊടുത്തു അവനെ കൊണ്ട് പറയിപ്പിക്കണേ അല്ലാഹ്. പടച്ചവരേ നിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലാഹ്. പടച്ചവനെ മരിക്കുന്ന സമയത്ത് ഒന്നും കൊണ്ടുപോകില്ല എന്നുള്ള ചിന്ത ഈ പെങ്ങന്മാർക്ക് കൊടുക്കണേ അല്ലാഹ്. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. ഖുലൂ തക്ബീർ, ഉറക്ക ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. ഇൻഷാ അല്ലാഹ് എത്ര പെണ്ണുങ്ങൾ തന്നപ്പോ എല്ലാം ഇരുന്നില്ലയോ? ഇരുന്നോ? നാളെ പരലോകത്ത് പോയി നിൽക്കാം. ഇരുന്നോ? നിങ്ങളൊക്കെ ഇരുന്നോ? ഇൻഷാ അല്ലാഹ് ആരാപ്പാ കൊടുക്ക? എത്ര പെണ്ണുങ്ങൾ തന്നു? ഒന്ന് നോക്കിക്കേപ്പാ. ഒരു 3000 രൂപ ഇപ്പോഴല്ല, 2 മാസം ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. കൊടുക്കാമെന്ന് നിയത്ത് ചെയ്ത ഒരു ഉമ്മ ഉണ്ടെങ്കിൽ ആ ഉമ്മയ്ക്ക് സ്വർഗവാ. ആരാ ഉള്ള? ഒന്ന് പെട്ടെന്ന് ഒന്ന് പോടാ. എന്താ ചങ്ങാതി എന്താ? ഒന്ന് പോ ഇൻഷാ അല്ലാഹ്. ഒന്ന് പേടിച്ചിട്ട് വന്നാൽ മതി ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഉസ്താദെ ഒന്നാമത്തെ സഫ് ഒരു പാവപ്പെട്ട സഹോദരൻ മുഴുവനായിട്ട് ഏറ്റെടുത്തു. രണ്ടാമത് ഉസ്താദെ അതിന്റെ രണ്ടാമത്തെ സഫ് മുഴുവൻ എനിക്ക് വേണം ഉസ്താദെ. എന്റെ കുടുംബത്തിൽ ഖൈറും ബറക്കത്തും ഉണ്ടാകാൻ ഖുലൂ തക്ബീർ. അല്ലാഹുവേ പടച്ചവനെ നിന്റെ പള്ളി അല്ലാഹുവേ അതിൽ കാർപ്പറ്റ് ഇടുന്നതിന് വേണ്ടി അല്ലാഹുവേ അതിന്റെ ഒരു സഫ്, രണ്ടാമത്തെ സഫിൽ എത്ര പൈസയായാലും ഞാനുണ്ട് ഉസ്താദേ. അല്ലാഹ് ആ പൊന്നുമോന്റെ മാതാപിതാക്കൾക്ക് ഇന്ന് പെരുന്നാളിന്റെ സന്തോഷമാക്കണേ അല്ലാഹ്. ആവശ്യമില്ലാത്തതിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കാൻ നാളുണ്ട്. നിന്റെ പള്ളിക്ക് വേണ്ടി ചോദിച്ചപ്പോ കൈകെട്ടിയിരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ തെരഞ്ഞെടുത്തവനാട്. സ്വർഗമല്ലാതെ ഒന്നും കൊടുക്കല്ലേ അല്ലാഹ്.